ഹായ് ഫ്രണ്ട്സ്, PSC വേർഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ രസതന്ത്രത്തിൽ നിന്നും എടുത്തിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് മൂന്നാമത്തെ ക്ലാസ്സാണ്. ബാക്കി 2 ക്ലാസ്സുകൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക കേട്ടോ. നമുക്ക് ഒരുമിച്ച് LDCക്ക് വേണ്ടി തയ്യാറെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, പാസ്കൽ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ്. പാസ്കൽ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ബ്ലൈസ് പാസ്കൽ. ആരാണ് പാസ്കൽ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ്? ബ്ലൈസ് പാസ്കൽ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹൈഡ്രോളിക് ബ്രേക്കിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന നിയമം എന്താണ്? ഹൈഡ്രോളിക് ബ്രേക്കിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന നിയമമാണ് ബ്ലൈസ് പാസ്കൽ നിയമം. അടുത്ത ക്വസ്റ്റ്യൻ, അക്യോറിജിയെ കണ്ടുപിടിച്ചത് ആരാണ്? അക്യോറിജിയെ കണ്ടുപിടിച്ചത് ജാബിർ ഇബിൻ ഹയാൻ. ഒന്നും കൂടി നമുക്ക് നോക്കാം. പാസ്കൽ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ബ്ലൈസ് പാസ്കൽ. ഹൈഡ്രോളിക് ബ്രേക്കിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന നിയമം ബ്ലൈസ് പാസ്കൽ. അക്യോറിജിയെ കണ്ടുപിടിച്ചത് ആരാണ്? ജാബിർ ഇബിൻ ഹയാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്നത് എന്തിനാണ്? രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്നത് അക്യോറിജിയ. അടുത്ത ക്വസ്റ്റ്യൻ, കുലീന ലോഹങ്ങൾ ലയിക്കുന്ന ലായനി, സ്വർണവും പ്ലാറ്റിനവും ലയിക്കുന്ന ലായനി എന്നറിയപ്പെടുന്നത് ഏതിനാണ്? കുലീന ലോഹങ്ങൾ ലയിക്കുന്ന ലായനി, സ്വർണവും പ്ലാറ്റിനവും ലയിക്കുന്ന ലായനി എന്നറിയപ്പെടുന്നത് അക്യോറിജിയാണ്. മൂലകത്തിന് ആദ്യമായി നിർവചനം നൽകിയ വ്യക്തി ആരാണ്? മൂലകത്തിന് ആദ്യമായി നിർവചനം നൽകിയ വ്യക്തിയാണ് റോബർട്ട് ബോയിൽ. ആരാണ് മൂലകത്തിന് ആദ്യമായി നിർവചനം നൽകിയിട്ടുള്ളത്? റോബർട്ട് ബോയിൽ. രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്നത് അക്യോറിജിയ. കുലീന ലോഹങ്ങൾ ലയിക്കുന്ന ലായനി, സ്വർണവും പ്ലാറ്റിനവും ലയിക്കുന്ന ലായനി എന്നറിയപ്പെടുന്നത് ഏതിനാണ്? അക്യോറിജിയ. മൂലകത്തിന് ആദ്യമായി നിർവചനം നൽകിയ വ്യക്തിയാണ് റോബർട്ട് ബോയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോസ്ഫറസ് കണ്ടെത്തിയത് ആരാണ്? ഫോസ്ഫറസ് കണ്ടെത്തിയത് ഹെനിങ് ബ്രാൻഡ്. ഹെനിങ് ബ്രാൻഡ് ആണ് ഫോസ്ഫറസ് കണ്ടെത്തിയത്. ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം ഏതാണ്? ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകമാണ് ഫോസ്ഫറസ്. അറ്റോമിക ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? അറ്റോമിക ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന മൂലകമാണ് സിസിയം. ഫോസ്ഫറസ് കണ്ടെത്തിയത് ആരാണ്? ഹെനിങ് ബ്രാൻഡ് ആണ്. ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം ഏതാണ്? ഫോസ്ഫറസ്. അറ്റോമിക ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന മൂലകം സിസിയം. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയിൽ ജീവന് അടിസ്ഥാനമായ മൂലകം ഏതാണ്? ഭൂമിയിൽ ജീവന് അടിസ്ഥാനമായ മൂലകമാണ് കാർബൺ. റബ്ബറിൻ്റെ കാഠിന്യം കൂട്ടുവാൻ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? റബ്ബറിൻ്റെ കാഠിന്യം കൂട്ടുവാൻ ഉപയോഗിക്കുന്ന മൂലകമാണ് സൾഫർ. അടുത്ത ക്വസ്റ്റ്യൻ, ചുവന്നുള്ളിയുടെ നീറ്റലിന് കാരണമായ മൂലകം ഏതാണ്? ചുവന്നുള്ളിയുടെ നീറ്റലിന് കാരണമായ മൂലകമാണ് സൾഫർ. കൂടി നമുക്ക് നോക്കാം. ഭൂമിയിൽ ജീവന് അടിസ്ഥാനമായ മൂലകം കാർബൺ. റബ്ബറിൻ്റെ കാഠിന്യം കൂട്ടുവാൻ ഉപയോഗിക്കുന്ന മൂലകം സൾഫർ. ചുവന്നുള്ളിയുടെ നീറ്റലിന് കാരണമായ മൂലകം ഏതാണ്? സൾഫറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത മൂലകം ഏതാണ്? ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത മൂലകമാണ് യുറേനിയം. അടുത്ത ക്വസ്റ്റ്യൻ, സൗരസെൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? സൗരസെൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകമാണ് സിലിക്കൺ. സിലിക്കനാണ് സൗരസെൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം. ചിപ്പുകളുടെയും ട്രാൻസിസ്റ്ററുകളുടെയും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? ചിപ്പുകളുടെയും ട്രാൻസിസ്റ്ററുകളുടെയും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകമാണ് സിലിക്കൺ, ജെർമേനിയം. ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത മൂലകമാണ് യുറേനിയം. സൗരസെൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകമാണ് സിലിക്കൺ. ചിപ്പുകളുടെയും ട്രാൻസിസ്റ്ററുകളുടെയും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഏതൊക്കെയാണ്? സിലിക്കൺ, ജെർമേനിയം. അടുത്ത ക്വസ്റ്റ്യൻ, നീന്തൽക്കുളങ്ങൾ ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? നീന്തൽക്കുളങ്ങൾ ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന മൂലകമാണ് ക്ലോറിൻ. റേഡിയോ ആക്ടിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? റേഡിയോ ആക്ടിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് റെഡോൺ. അടുത്ത ക്വസ്റ്റ്യൻ, ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ഏതാണ്? ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന റേഡിയോ ആക്റ്റീവ് മൂലകമാണ് ഫ്രാൻഷ്യം. ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ഏതാണ്? ഫ്രാൻഷ്യമാണ്. നീന്തൽക്കുളങ്ങൾ ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? ക്ലോറിൻ. റേഡിയോ ആക്ടിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? റെഡോൺ ആണ്. ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന റേഡിയോ ആക്റ്റീവ് മൂലകമാണ് ഫ്രാൻഷ്യം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഡ്രൈ സെല്ലിൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? ഒരു ഡ്രൈ സെല്ലിൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന മൂലകമാണ് സിങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, പുകയിലയിൽ നേരിയ തോതിൽ അടങ്ങിയിരിക്കുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ഏതാണ്?
പുകയിലയിൽ നേരിയ തോതിൽ അടങ്ങിയിരിക്കുന്ന റേഡിയോ ആക്റ്റീവ് മൂലകമാണ് പൊളോണിയം. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് മൂലകത്തിന്റെ സാന്നിധ്യമാണ് വജ്രത്തിന് നീല നിറം നൽകുന്നത്? ഏത് മൂലകത്തിന്റെ സാന്നിധ്യമാണ് വജ്രത്തിന് നീല നിറം നൽകുന്നത്? ബോറോൺ. ഒരു ഡ്രൈ സെല്ലിൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന മൂലകമാണ് സിങ്ക്. പുകയിലയിൽ നേരിയ തോതിൽ അടങ്ങിയിരിക്കുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ഏതാണ്? പൊളോണിയം. ഏത് മൂലകത്തിന്റെ സാന്നിധ്യമാണ് വജ്രത്തിന് നീല നിറം നൽകുന്നത്? ബോറോൺ. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് സിസിയം. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലൂറിൻ. ഇലക്ട്രോൺ അഫിനിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഇലക്ട്രോൺ അഫിനിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ക്ലോറിൻ. അടുത്ത ക്വസ്റ്റ്യൻ, കോപ്പറിന്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ്? കോപ്പറിന്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകമാണ് സൾഫർ. ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇലക്ട്രോൺ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് സിസിയം. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതായിരുന്നു? ഫ്ലൂറിൻ ആണ്. ഇലക്ട്രോൺ അഫിനിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ക്ലോറിൻ. കോപ്പറിന്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകമാണ് സൾഫർ. ഹൈ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഉപകാരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്.